മീറ്റ് ഐയുടെ ഇന്ത്യ ലോഞ്ച് എന്നാണെന്ന് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്. റിയൽമി റേസിന്റെ കുറച്ചുകൂടെ പുതിയ ഡീറ്റെയിൽസും പുതിയ റെൻഡേഴ്സും പുറത്തു വന്നിരിക്കുകയാണ്. ഓണർ V40യുടെ റെൻഡേഴ്സ് ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലോട്ട് കിടക്കാം. ആദ്യത്തെ ന്യൂസ് മീറ്റ് ഐനെ പറ്റിയാണ്. ഷോമിയുടെ മീറ്റ് സീരീസിലെ ഏറ്റവും പുതിയ ഫോണാണ് മീറ്റ് ഐ. ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 9 Pro 5G എന്ന് പറഞ്ഞ ഫോണാണ് ഇന്ത്യയിലോട്ട് മീറ്റ് ഐ എന്ന പേരിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യലി ഇപ്പോൾ ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മീറ്റ് ഐ എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ ജനുവരി 5-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് മീറ്റ് ഐനെ പറ്റി അറിയാവുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് റെഡ്മി നോട്ട് 9 Pro 5G എന്ന് പറഞ്ഞ ഫോണാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമുക്ക് ഈ ഫോണിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. 108 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ മീറ്റ് ഐ ആയിരിക്കും ഇനി ഏറ്റവും ചീപ്പസ്റ്റ് 5G ഫോൺ എന്ന പേരിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റിയൽമി റേസ് എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പിനെ പറ്റി നമ്മൾ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് വരെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ ഇമേജ് അല്ലാതെ വേറൊരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് റിയൽമി റേസിൻ്റെ ഏറ്റവും പുതിയ റെൻഡേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ നേരത്തെ കണ്ട റിയൽമി റേസ് പോലെയല്ല, പകരം റിയൽമിയുടെ ബാക്കിയുള്ള ഇപ്പോഴത്തെ ഫോണുകൾ പോലെയുള്ള ഒരു ഇമേജ് തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇതാണോ റിയൽമി റേസ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഡൗട്ട് വന്നിരിക്കുകയാണ്. അതോ റിയൽമി റേസ് എന്ന സീരീസിൽ 2-3 ഫോണുകൾ വേറെ ഉണ്ടോ എന്നും നമുക്കിപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ ഇതിൻ്റെ ടീസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 വെച്ച് വരുന്ന ആദ്യത്തെ ഫോണുകൾ ഒരെണ്ണമായിരിക്കും റിയൽമി റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓണർ V40യുടെ റെൻഡേഴ്സ് ലീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് ഓണർ V40. വാവയുടെ സബ് ബ്രാൻഡ് ആയിരുന്നു ഓണറിനെ വാവ വിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഓണർഷിപ്പിൻ്റെ താഴെയാണ് ഓണർ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. ആ ഒരു പുതിയ ഓണർഷിപ്പിൽ വരുന്ന പുതിയ ഫോണാണ് ഓണർ V40 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ്. അപ്പോൾ ഓണർ V40യുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇതിനു മുമ്പ് കണ്ട വാവ അല്ലെങ്കിൽ ഓണർ ഫോണുകൾ പോലെ തന്നെ ഒരു ഡുവൽ പഞ്ച് ഹോണാണ് ലഭിക്കാൻ പോകുന്നത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ക്യാമറ അറയും ലഭിക്കാൻ പോകും. അടുത്ത ന്യൂസിലോട്ട് പറയുമ്പോൾ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും ഇതേപോലത്തെ ന്യൂസ് കണ്ടന്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ് OPNewsൻറെ അടുത്ത എപ്പിസോഡ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിന് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OnePlusൻ്റെ ഒരു പുതിയ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം OnePlus ഒരു 33 വാട്ട് ചാർജിങ് ഉള്ള ഒരു ഫോൺ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. OnePlus ഇതേപോലെ 33-ലും നിൽക്കാറില്ല. ഇത്രയും കാലം നമുക്ക് അറിയാം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആദ്യം വന്നു, പിന്നെ 30 വാട്ടായി, ഇപ്പോൾ 65 വാട്ടിൽ നിൽക്കുന്നു. OnePlusൻ്റെ ഇതിനു മുമ്പുള്ള ചാർജിങ് ടെക്നോളജി വാപ്പ് അല്ലെങ്കിൽ ഡാഷ് ചാർജിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാർജർ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. USB PD ബേസ്ഡ് ചാർജർ ആയിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പുതിയൊരു നോട്ട് ഫോണിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നോട്ട് AC എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വരാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. OnePlus ഒരു പുതിയ പ്രോട്ടോടൈപ്പ് ഫോൺ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. OnePlus 80യുടെ ഒരു വേരിയൻ്റ് ആണിത്. OnePlus 80 അല്ല, ഒരു എന്താ പറയുക, ഒരു കൺസെപ്റ്റ് ഫോൺ പോലെയാണ്. നമ്മൾ OnePlusൻ്റെ സൈഡിൽ നിന്നും പണ്ട് കണ്ട ഒരു ക്യാമറ അറേ അല്ലെങ്കിൽ ക്യാമറ ഹിഡൻ ക്യാമറ ആവുന്ന ഒരു ക്യാമറ ഫോൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലൊരു പ്രോട്ടോടൈപ്പാണിത്. പക്ഷേ ഇത് നമുക്ക് എന്തായാലും മാർക്കറ്റിലോട്ടൊന്നും വരാൻ പോകുന്നില്ല. ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ ചേഞ്ചിങ് ബാക്കാണ് ലഭിക്കാൻ പോകുന്നത്. അതായത് ബാക്കിലുള്ള ആ ഒരു പാറ്റേൺ കളർ ചേഞ്ച് ചെയ്യുകയാണ്. ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു കോളൊക്കെ വരുമ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും OnePlus കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതേ ടെക്നോളജി ഇതിനു മുമ്പ് Vivo ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം ടെക്നോളജിയാണ്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു കുറച്ച് പാറ്റേണൊക്കെ ആയിട്ട് OnePlusൻ്റേതായ ഒരു ഫോണിൽ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. മിക്കവാറും അടുത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പോലെ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു R&Dയുടെ ഒരു ഷോക്കേസ് പോലെ തന്നെ ഉള്ളൂ ഇത്. ഓപ്പോയുടെ റെനോ സീരീസിലെ അടുത്ത ഫോണായ ഓപ്പോ റെനോ Pro 5 Plus എന്ന് പറഞ്ഞ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ഒരു 7 സീരീസ് സോണി IMX 766 എന്ന് പറഞ്ഞ സെൻസർ ആയിരിക്കും എന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ IMX 766 എന്ന് പറയുന്നത് ഇതുവരെ ഇറങ്ങാത്തൊരു സെൻസറാണ്. സോണിയുടെ ഏറ്റവും മികച്ച ഒരു സെൻസർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഹൈ എൻഡ് സെൻസറിൽ ഒരെണ്ണം തന്നെയാണ് IMX 766 എന്ന് പറഞ്ഞ സെൻസർ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഫോണിനെ പറ്റി കൂടുതൽ ഒന്നും പറയാനില്ല. റെനോ 5 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു
ജസ്റ്റ് ഒരു അപ്ഗ്രേഡഡ് വേരിയൻ്റ് ആണ്. ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 865 ആണ്. സ്നാപ്ഡ്രാഗൺ 888 അല്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. മീഡിയാടെക് ഇന്ത്യയിലോട്ട് ഒരു പുതിയ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. മീഡിയാടെക് ഡയമൻസിറ്റി 1000+ എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇന്ത്യയിലോട്ട് ഒഫീഷ്യലായിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇനി മീഡിയാടെക് ഡയമൻസിറ്റി 1000+ വെച്ചിട്ടുള്ള ഫോണുകൾ വരാൻ പോവുകയാണ് എന്നാണ്. അപ്പോൾ അവിടെ ഒരൊറ്റ ഫോണാണ് നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ വരിക. അത് Realme X7 Pro തന്നെയാണ്. മീഡിയാടെക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് വൈകാതെ തന്നെ ഇനി Realme X7 Proയുടെ ലോഞ്ച് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. മിക്കവാറും ഇത് ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. OnePlus Watch വരുന്നു എന്ന് നമ്മൾ കുറേ റൂമേഴ്സ് കേട്ടതാണ്. പക്ഷേ ഇത്രയും കാലം ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എക്സ്പ്ലിസിറ്റ്ലി. ഇപ്പോൾ OnePlusൻ്റെ CEO ആയ പീറ്റ് ലവ് പറഞ്ഞിരിക്കുകയാണ്, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് OnePlus Watch വൈകാതെ വരുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹിൻഡ് കൂടെ തന്നിരിക്കുകയാണ്. OnePlus Watch യൂസ് ചെയ്യാൻ പോകുന്നത് VROS ആയിരിക്കും, അല്ലാതെ കസ്റ്റം സ്കിന്നൊന്നും ആയിരിക്കില്ല എന്ന്. VROS തന്നെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. കാരണം OnePlusൻ്റെ ടിവിയിലൊക്കെ ജസ്റ്റ് ആൻഡ്രോയിഡ് TV തന്നെയാണ്, അല്ലാതെ ഓക്സിജൻ OS ഉള്ള ഒരു TV ഒന്നും ആയിരുന്നില്ല നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വിവോയുടെ X60 സീരീസിലെ ഫോണുകൾ ഈ വരുന്ന ഡിസംബർ 29 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വൈകാതെ ഇന്ത്യയിലോട്ടും വരുന്നതാണ്. എന്നിരുന്നാലും ആദ്യം ഇപ്പോൾ ഇനി ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വിവോയുടെ X സീരീസിലെ ഫോണുകളൊക്കെ കിടിലം ഫോണുകളാണ്. ക്യാമറയാണ് അതിലെ മെയിനായിട്ട് കാണിക്കുന്നത്. ഇത്തവണ എന്താണ് വിവോ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻറെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.